ഈ ലീഗൽ രജിസ്ട്രേഷൻസും നേച്ചർ ഓഫ് ബിസിനസ്സിനെ അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ, ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ ഒരു കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും, പ്ലസ് ഒരു പാൻ കാർഡ് കിട്ടും. ഈ പാൻ കാർഡും കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റും ആണ് അവരുടെ ബേസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സ്. പിന്നെ എന്ത് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ദേ ആർ ഇൻ ടു, പിന്നെ ഹൗ മച്ച് വോളിയം ദേ ആർ ഡൂയിങ്. ഒരു 20 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവർ ഉള്ള സർവീസ് ഓറിയൻറ്റഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് GST കമ്പൽസറി ആണ്. ഇറ്റ് മീൻസ് 20 ലക്ഷം വരെ GST ഇല്ലാണ്ടും ബിസിനസ് ചെയ്യാം. ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം വരെ GST ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാം. 40 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ രജിസ്ട്രേഷൻസ് എടുത്താൽ മതി. പിന്നെ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് ലൈക്ക് ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ FSSAI, അല്ലെങ്കിൽ ഇപ്പോൾ സ്പൈസസ് റിലേറ്റഡ് ആണെങ്കിൽ സ്പൈസസ് ബോർഡ്, ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് റിലേറ്റഡ് ആണ് ഡ്രഗ്സ് കൺട്രോൾ. അങ്ങനെ പല പല രജിസ്ട്രേഷൻസ് വേറെയുണ്ട്. എന്താണ് നേച്ചർ ഓഫ് ബിസിനസ് അതിനനുസരിച്ച് ആ രജിസ്ട്രേഷൻസ് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും.